ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. ഇന്ന് അവസാന ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് സച്ചിയാണെങ്കിൽ അച്ചമ്മനെ എടുത്ത് ഇങ്ങനെ കറക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊങ്കാല ദിവസമാണ്. 3 മരുമക്കളും സുന്ദരിമാരായിട്ട് ഒരുങ്ങി വന്ന് നിന്ന് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മുടെ സച്ചിയുടെ ഈ ഒരു കുറുമ്പ്. ആദ്യം നമ്മുടെ അച്ചമ്മ സമ്മതിച്ചില്ല. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ കെട്ടിയോളെ എടുത്ത് ആദ്യം കറക്ക്, നീ ഇനി എന്നെ എടുത്ത് കറക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ എൻ്റെ പൊന്നാര അച്ചമ്മയല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്ത് കറക്കിയപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇവൻ ഈ കുറുമ്പും എല്ലാം കാണിക്കുന്നത് അവൻ്റെ അമ്മയുടെ അടുത്താ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മയല്ല, അമ്മയാണ് അവൻ വളർന്നതെല്ലാം ഇവിടെയല്ലേ, അവനെ ജന്മം നൽകിയത് ചന്ദ്രയാണെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഇമോഷണൽ സീനാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ അച്ചമ്മ പറഞ്ഞു, ഈ കൂട്ടത്തില് ഞാൻ വളർത്തിയോണ്ടായിരിക്കും എൻ്റെ ഈ മകൻ മാത്രമേ നന്നായിട്ട് വന്നിട്ടുള്ളൂ, ഇവന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അതുകൊണ്ട് ഇവൻ എന്ത് കണ്ടാലും കേട്ടാലും അവന് ന്യായത്തിന്റെ കൂടെ നിൽക്കും. അതുപോലെ തന്നെ അവന്റെ സ്വഭാവവും നല്ലതാ ഞാൻ വളർത്തിയത് കൊണ്ട്. പിന്നെ ചന്ദ്ര വളർത്തിയ മക്കളുടെ കാര്യം പറയണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് ചോദിച്ചു, അതെന്താ അച്ചമ്മ അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഞാൻ തലതിരിഞ്ഞു പോയോ? അപ്പൊ സുധീൻ ചോദിച്ചു, ഓഹോ, അപ്പൊ ഞങ്ങള് തലതിരിഞ്ഞു പോയി, ഞങ്ങള് നല്ല സ്വഭാവക്കാരല്ലെന്നാണോ അച്ചമ്മ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞപ്പം സച്ചി പറഞ്ഞു, എങ്ങനെ പറയും നിങ്ങൾ നല്ല സ്വഭാവം ഉള്ളവരാണെന്ന്? എടാ, 2 പേരും ഓട്ടക്കാരല്ലേ, 2 പേരും ഓട്ടം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നതല്ലേ. ദേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പം ദേ ഈ ചന്ദ്ര മേഡത്തിന്റെ കൂടെയാണ് വളർന്നതെങ്കിൽ ചിലപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ഓട്ടക്കാരനായി പോയേനെ. എൻ്റെ അച്ചമ്മ എന്നെ വളർത്തിയത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഓടാനും ചാടാനൊന്നും തോന്നിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. ചന്ദ്ര പറഞ്ഞു, അതെ ഇന്നിവിടെ പൊങ്കാലയാ, അല്ലാതെ വേറൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിന്റെ ചാട്ടത്തിന്റെ ഒക്കെ കാര്യം പറയാനായിട്ട്. അതെ, ഇതുവരെ മോളെ ശ്രുതി നിന്റെ ഇളയച്ചനെ കണ്ടില്ലല്ലോ, ഇളയച്ചനെ പോയി വിളിച്ചോണ്ട് വാ. അയ്യോ, ഇളയച്ചനെ ക്ഷീണമായിട്ട് ഉറങ്ങാന്നാ തോന്നുന്നത്, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ശ്രുതി ഇളയച്ചനെ വിളിക്കാൻ ചെല്ലാം. പുള്ളിക്കാരൻ ഭയങ്കര ഉറക്കമാണ്, കൂർക്കം വലിച്ച് കിടന്നുറങ്ങാം. അങ്ങനെ പതുക്കെ ചെന്നിട്ട് നമ്മുടെ ബീരാനിക്കാനെ, ഹലോ എണീക്ക് എന്നിങ്ങനെ പറയാണ് ശ്രുതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ എണീറ്റ് വരികയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, അതെ എവിടെയാ ക്യാമറ ഇരിക്കുന്നത്? എൻ്റെ പൊന്നോ, ക്യാമറ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ദേ നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് വാ, ഇന്നിവിടെ പൊങ്കാല ദിവസമാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ വാ തുറക്കരുത്, അങ്ങോട്ട് വരുന്നൊക്കെ കൊള്ളാം, ദയവ് ചെയ്ത് വാ തുറന്ന് കോളമാക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനോ, ഇനിയില്ല, ഇനി ഞാൻ എൻ്റെ ഡീസൻസി കീപ്പ് ചെയ്യാൻ പോവാ. അതെ, ഇനിയിപ്പം ഞാൻ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പോവാ, ഈ ഓവർ ആക്ടിങ് അങ്ങ് മാറ്റി വെക്കുക. ജോഷി സാറിനെ ഓവർ ആക്ടിങ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി ഞാൻ മിണ്ടത്തില്ല, സിബ് ഇടാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ, സിബ് ഇട്ടാലും സിബ് ഇട്ടില്ലെങ്കിലും ദയവ് ചെയ്ത് ഇത് കുളവാക്കി കൈ തരരുത്, നിങ്ങൾ ബാ, അവിടെ പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇളയച്ചനെയും കൂട്ടി വരികയാണ് കേട്ടോ. അപ്പം ഇളയച്ചൻ വന്ന ഉടനെ തന്നെ ഇങ്ങനെ ആകെ മൊത്തം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഓഹോ, ഇതല്ലേ പൊങ്കാല. അപ്പം സച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ പൊങ്കാലയെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ലേ? അല്ല, പൊങ്കാലയെക്കുറിച്ചൊക്കെ അറിയാം, അല്ല പൊങ്കാല എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത്? ഓ, പൊങ്കാല എന്ന് പറയുമ്പോഴേക്കുവേ വലിയ സംഭവമാണ്, അന്ന് കച്ചവടം തീരെ കുറവായിരിക്കും, അതുകൊണ്ട് എനിക്ക് ഈ പൊങ്കാലയൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കേട്ട ഉടനെ അന്ന് കച്ചവടം കുറവാണെന്നോ? പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയിട്ടോ. കാരണം നമ്മുടെ ഈ ഇറച്ചിക്കടയ്ക്കൊന്നും പൊങ്കാല ദിവസങ്ങളിൽ കച്ചവടം കുറവാണല്ലോ, അന്നൊക്കെ എല്ലാവരും നോൺ വെജ് കഴിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരനെ പെട്ടെന്ന് എടുത്ത് ചാടി അങ്ങനെ പറഞ്ഞത്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇളയച്ചൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ പൊങ്കാലയൊക്കെ ഞങ്ങൾ അവിടെയും ആഘോഷിക്കാറുണ്ട്, ഇവിടെ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണല്ലോ, അപ്പൊ അതുകൊണ്ട് അന്ന് അവിടെ ഇളയച്ചൻ ബിസിനസ്സുകൾക്കും അച്ഛനും ഒക്കെ ബിസിനസ്സുകൾക്കൊക്കെ അന്ന് ലീവാ, അന്ന് അവര് ബിസിനസ് ഒക്കെ ആയിട്ട് മാറി നിന്നിട്ട് ഞങ്ങളും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞങ്ങ് ഒപ്പിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബീരാനിക്ക് അവിടെ കുളവാക്കിയാനെ. അവിടെ നിന്നേ പറഞ്ഞിട്ടാ വന്നത് നമ്മുടെ ശ്രുതി, വെട്ട് തുണ്ടം ഇറച്ചി എല്ലേ എന്നൊന്നും വായിന്ന് വീണേക്കരുത്, അങ്ങനെ വല്ലതും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് കലി വരികയാണ് കേട്ടോ. ഇയാളെ കൊണ്ട് ഒന്നിനും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വായി തോന്നുന്നൊക്കെ പുള്ളിക്കാരൻ അങ്ങ് വിളിച്ചു പറയാ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ളൊരു മനസ്സാണ്, കള്ളവോ കൗശലവോ ഒന്നും പുള്ളിക്കാരൻ അറിയില്ല. അത് ആദ്യം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നല്ലോ. ഏതായാലും അതിനുശേഷം പൊങ്കാലയൊക്കെ ഇങ്ങനെ കത്തിച്ച്
അടുപ്പിലൊക്കെ തീ അല്ല പൊങ്കാല കത്തിച്ചല്ല സോറി, അടുപ്പിൽ തീ കൊളുത്തി പൊങ്കാല ഇങ്ങനെ തിളയ്ക്കാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇത് ഊതാനായിട്ട് നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. അപ്പം വർഷ അങ്ങോട്ട് പോയി ഊതി കഴിയുമ്പോഴത്തേക്ക് നെറുകയിലേക്കെല്ലാം പുകയും കൂടെ കയറിയിട്ട് കിടന്ന് ചുമയ്ക്കാം. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് ചെല്ലുന്നു, തട്ടിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഓടിച്ചെന്ന് ഊതിയപ്പോൾ ശ്രുതിക്കും ഇത് തന്നെ അവസ്ഥ. ലാസ്റ്റ് അച്ഛമ്മ പറഞ്ഞു, മാറി അങ്ങോട്ട് നിൽക്കുക, പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ അടുക്കള ജോലിയൊക്കെ ഇച്ചിരി അറിഞ്ഞിരിക്കണം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടുക്കള ജോലിയും കൂടെ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ട കാര്യം തന്നെയാണ്. എൻ്റെ രേവതി മോളെ കണ്ടു പഠിക്കാൻ പറഞ്ഞു. രേവതി ആണെങ്കിൽ എല്ലാ അടുപ്പിലും മാറി മാറി തീ കത്തിച്ച് ഊതി. കഞ്ഞിയൊക്കെ അപ്പോഴത്തേക്കും തിളച്ച് വന്നു കേട്ടോ. പൊങ്കാല കഞ്ഞിയല്ല, പൊങ്കാലയൊക്കെ അപ്പോഴത്തേക്കും തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം കൂട്ടിയെടുത്ത് കൊണ്ടുപോയി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇളയച്ചനും ഇത് കൊടുത്തു. ഇളയച്ചനാണെങ്കിൽ ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലതേ നമ്മുടെ മട്ടൻ ചുക്ക ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്നേ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. പൊങ്കാല പ്രസാദമാണല്ലോ. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇറച്ചിയുടെയും വക കാര്യങ്ങൾ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറയുന്നത് ഇളയച്ച? ഇതിപ്പം പ്രസാദമല്ലേ, ഇതിൻ്റെ കൂടെ എങ്ങനെയാ നമ്മുടെ നോൺ വെജ് ഉപയോഗിക്കുന്നത്? അപ്പോഴേക്ക് ശ്രുതി പെട്ടെന്ന് വിഷയം മാറ്റാം. ശ്രുതി പറഞ്ഞു, അതെ, അത് പിന്നെ ഇളയച്ചനൊരു ജോക്ക് പറഞ്ഞ, ഇളയച്ചൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോക്ക് പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഇളയച്ചൻ ചുമ്മാ ഒരു ജോക്ക് പറഞ്ഞാന്ന് പറഞ്ഞ് വിഷയം അങ്ങ് മാറ്റി വിടാണ്. ഏതായാലും അപ്പോൾ ഇളയച്ചനും പറഞ്ഞു, അതെ ഞാനൊരു ജോക്ക് പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതിക്ക് കുറച്ച് പ്രസാദം ഇങ്ങനെ എടുത്ത് വാരി കൊടുക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ സച്ചു പറഞ്ഞു, എനിക്ക് വേണം. പിന്നെ നീ എന്ന് വെച്ചിട്ട് കൊച്ചല്ലേ, നിനക്ക് പ്രസാദം മാറ്റി തരാനാ. അപ്പം എന്താ ഇവള് കൊച്ചാണോ, ഇവക്ക് പ്രസാദം മാറ്റി കൊടുത്തല്ലോ. ഈ ചെക്കൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ സച്ചിക്ക് പ്രസാദം വാരി കൊടുക്കുന്നു. അപ്പോഴത്തേക്കാണ് പുറകിൽ നിന്ന് ശ്രീകാന്തും ശ്രുതിയും കൂടെ ഓടി വന്നിട്ട്, അതെ, പന്തിയിൽ പക്ഷാഭേദമില്ലെന്ന് അച്ഛമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾക്കും വേണം, ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞ് അവരും കഴിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രുതിനെ വർഷേനെ വിളിച്ചു അച്ഛമ്മ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും വാ, നിങ്ങൾക്കും പന്തിയിൽ പക്ഷാഭേദം കാണിക്കാനാണോ, ഇങ്ങ് വന്നേ, നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന് ഒരുപാട് സന്തോഷം തോന്നാണ് കേട്ടോ. അപ്പം രവീന്ദ്രൻ പറയാ, കണ്ടുപഠിക്കണേ, കണ്ടോ, എല്ലാവരെയും ഇതുപോലെ ഒരുപോലെ കാണണം, എന്തേലും കൊടുക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. എൻ്റെ അമ്മേനെ കണ്ടു പഠിക്ക് എന്നിങ്ങനെ ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്ര എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മാറി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിനെല്ലാം ശേഷം ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചെറുതായിട്ടൊന്ന് വെറ്റില അങ്ങോട്ടൊക്കെ ഇങ്ങനെ മുറുക്കാണ്. അപ്പോൾ വെറ്റില മുറുക്കാനായിട്ട് തളകിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ രേവതി. അപ്പോൾ ഈ പ്രായമായവർ, അതായത് നമ്മുടെ രവീന്ദ്രനും അച്ഛമ്മയൊക്കെ ഇങ്ങനെ അവർ ഈ പൊങ്കാലയുടെ ഇടയ്ക്ക് അവരുടെ എന്താ പറയുക, പൊങ്കലിൻ്റെ ഇടയ്ക്ക് അവർ ഇങ്ങനെ ചെയ്യാറുള്ളതാണ്. അതിപ്പം വർഷത്തിലും മാസത്തിലും ഒക്കെ വരുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറ്റില ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇളയച്ചൻ ഓടി വരിക. വെറ്റിലയും പാക്കും അടയ്ക്കാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇളയച്ചൻ്റെ നീന്തണം വിട്ടിട്ട് ഇളയച്ചൻ ഓടി വന്നിട്ട് പറഞ്ഞ്, അങ്ങനെയായാൽ ശരിയാവില്ലല്ലോ, എനിക്കും വേണം, ഇതിങ്ങ് തന്നെ. ഇതിങ്ങനെയല്ലായിരുന്നു മുറുക്കേണ്ടത്, ഇതിന് മുറുക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയാണ്. അതെ, മലേഷ്യയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക ഒരു തരം ചുണ്ണാമ്പുണ്ട്. ആ ചുണ്ണാമ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് അങ്ങ് മുറുക്കണം. അതെ, ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറം ഇരിക്കുന്ന സുകുമാരൻ്റെ കടയിൽ കിട്ടും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി, സുകുമാരനോ കടയോ എന്നിങ്ങനെ സച്ചിൻ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അത് പിന്നെ ബിസിനസ് ചെയ്യുന്ന തൊട്ടപ്പുറം ഒരു കട, അവിടെ കിട്ടുന്ന ഇളയച്ചൻ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി, എടാ ഇതാകെ മൊത്തം പന്തികേടാണല്ലോടാ മഹേഷേ, ഇതെന്താന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, എന്തോ പന്തികേടുണ്ട് എന്ന് ഇവര് വീണ്ടും പരസ്പരം പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു, ഞങ്ങളെ സാധാരണ ബിരിയാണി തിന്ന് കഴിയുമ്പോഴാണ് ഈ മട്ടൻ ബിരിയാണി ഉണ്ടല്ലോ, അത് തിന്ന് കഴിയുമ്പോൾ ഇതങ്ങ് മുറുക്കണം, വാവ്, പിന്നെ എന്താ സുഖം, എന്നിട്ട് നീണ്ടു നിവർന്നൊരുറക്കം, അത് ആലോചിക്കുമ്പോഴേ കൊതിയാകുക, എന്നിട്ട് വേണം അടുത്ത മാടിനെ അങ്ങോട്ട് വെട്ടാൻ. അപ്പം വീണ്ടും പെട്ടെന്ന് സച്ചി, മാടിനെ വെട്ടാനോ? അല്ല, മാടിനെ വെട്ടാനല്ല, അതെ, അത് ഞാൻ വേറൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് ഓർത്തു പോയതാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയും പറഞ്ഞു, അത് ഇളയച്ചന് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മറവിയുണ്ടേ, അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പരസ്പരം മാറിപ്പോകുന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് എങ്ങനെയും ഒക്കെ തട്ടിയും മുട്ടിയും നമ്മുടെ ഇളയച്ചനെ രക്ഷപ്പെടുത്താണ്. ആകെപ്പാട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയച്ചനെ കൊണ്ട് നമ്മുടെ ശ്രുതിക്കോ നല്ലത് തന്നെ ഒന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന്, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയല്ലോ, അല്ല എൻ്റെ മരുമോന് എന്താ ജോലി? അപ്പൊ പെട്ടെന്ന് എല്ലാവരുടെയും മുഖം അങ്ങ് മാറി.
നമ്മുടെ ശ്രുതിക്ക് എന്ത് പറയണമെന്നറിയില്ല. ശ്രുതി അബ്ബപ്പ വെക്കാൻ തുടങ്ങും. അപ്പോൾ ശ്രുതി പെട്ടെന്ന് ചന്ദ്രനെ നോക്കിയപ്പോൾ ചന്ദ്ര പറഞ്ഞു, ആഹാ അത് പിന്നെ എൻ്റെ മോനെ ഒരുപാട് പഠിച്ചതാ, അവന് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവന് 4 ഡിഗ്രി ഉണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞു, 4 ഡിഗ്രി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു പണിയില്ല, പാർക്കിൽ പോകുക, തിന്നുക, കുടിക്കുക, കളിക്കുക, തെണ്ടി തിരിഞ്ഞ് നടക്കുക. അപ്പോൾ പെട്ടെന്ന് ഇളയച്ചൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോഴത്തേക്കുമാണ് ചന്ദ്ര പറഞ്ഞത്, അത് പിന്നെ അവന് നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ അവനിപ്പം തൽക്കാലം ജോലിയൊന്നുമില്ല, അവനെ ഈ ജോലി മറ്റുള്ളവരുടെ കീഴിൽ പോയി ചെയ്യുന്നതിന് ഒരു താല്പര്യമില്ല. സ്വന്തമായിട്ട് ശ്രുതിയുടെ അച്ഛൻ ബിസിനസ് തുടങ്ങിയ പോലെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനുള്ള നല്ല സ്കില്ലുണ്ട് അവന്. അപ്പൊ സച്ചി, നല്ല സ്കില്ല, പാർക്കിൽ പോയി കളിക്കാനും സിസോയിൽ ഇരുന്ന് കളിക്കാനും ഒക്കെ നല്ല സ്കില്ലാന്ന് പറയുമ്പോഴത്തേക്കും ഇളയച്ചൻ വീണ്ടും ചോദിച്ചു, അല്ല സച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി വീണ്ടും ചന്ദ്രനെ നോക്കും. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, അതെ അവന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ഇപ്പം തൽക്കാലം അവൻ്റെ പൈസ ഇല്ല, പക്ഷെ അവൻ ബിസിനസ് തുടങ്ങിയാലുണ്ടല്ലോ 1 മാസം കൊണ്ട് അവൻ കോടീശ്വരനാകും, അത്രയ്ക്ക് കഴിവുണ്ട് എൻ്റെ മോന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ശ്രുതിയുടെ അച്ഛനോട് പറയണം ഇവനൊരു ബിസിനസ് ഇട്ട് കൊടുക്കാൻ. അപ്പം നമ്മുടെ ശ്രുതിയും പറയാണ് കേട്ടോ, അത് ശരിയാ ഇളയച്ച, എനിക്ക് ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ തലയുണ്ടായിട്ട് കാര്യമില്ലല്ലോ, മണിയും കൂടെ വേണമല്ലോ. ശ്രുതിയുടെ അച്ഛനാണെങ്കിൽ കോടീശ്വരനല്ലേ, അപ്പം ശ്രുതിയുടെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ പറ്റുമല്ലോ. ബിസിനസ് തുടങ്ങാൻ പറ്റും, നല്ല ബിസിനസ്സാ, നല്ല ബിസിനസ്, എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബിസിനസ്സാ, കുറച്ച് ആടുകളും കൂടെ ഉണ്ട്, പിന്നെ സുഖമാണ് എന്നിങ്ങനെ പറഞ്ഞ്, പാടോ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറയാ, ആടെന്ന് പറഞ്ഞാലേ പരസ്യത്തിന്റെ ബിസിനസ്, അതെ ഈ ഒരു പരസ്യത്തിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പം, ഈ പരസ്യങ്ങളൊക്കെ വിൽക്കാനും അതുപോലെ പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള കമ്പനികളുണ്ട്, അതിനെക്കുറിച്ച് ഇളയച്ചൻ പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഇളയച്ചൻ പറഞ്ഞു, അതെ 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 പരസ്യം, ആടുകളുടെ പരസ്യം. അപ്പൊ വീണ്ടും സച്ചു ചോദിക്കും, ആടുകളുടെ പരസ്യമോ, ഇതെന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, പരസ്യം അത്രേ ഉള്ളൂ, പരസ്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുകയാണെങ്കിലേ നല്ല ഒരു സ്കോപ്പുള്ള ഇതാണല്ലോ, അതുകൊണ്ടാ ഇളയച്ചൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയുക, തട്ടിയും മുട്ടിയൊക്കെ വീണ്ടും അവിടുന്ന് രക്ഷപ്പെടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ ശ്രുതി നിൽക്കുക, എന്ത് ചെയ്യണമെന്നൊന്നും ശ്രുതിക്ക് അറിയാൻ പറ്റുന്നില്ല. വീണ്ടും ഇളയച്ചനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റിയില്ലെങ്കിൽ വീണ്ടും അവിടെ എല്ലാം പറഞ്ഞു കുളവാക്കി കൈ കൊടുക്കുന്നത് നന്നായിട്ട് ശ്രുതിക്കറിയാം. ഏതായാലും അത് കഴിഞ്ഞിട്ടാണെങ്കിലോ അവിടുന്ന് പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ നമ്മുടെ ഇളയച്ചൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ കുട്ടിക്കാലം മുതലുള്ള കഥയും കൊണ്ടാക്കി പറയാണ്. ശ്രുതി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കഥ വേറെ, നമ്മുടെ ഇളയച്ചൻ പറയുന്ന കഥ വേറെ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ചളവാക്കി കൈ കൊടുക്കുവോ, കുളവാക്കി കൈ കൊടുക്കുവോ, നമ്മുടെ ശ്രുതിക്ക് ഇപ്പൊ തന്നെ പൂട്ട് വീഴുവോ, ഇപ്പൊ തന്നെ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് ശ്രുതി പോകേണ്ടി വരുവോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പം ഈ ഒരു ഭാവമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഇനി വൈകിട്ട് നമ്മൾ പ്രമോ ചെയ്യുന്നതല്ലായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് പ്രമോ ചെയ്തത് കൊണ്ട് ഇനിയിപ്പോൾ വൈകിട്ട് നാളത്തെ പ്രമോ ഇടുന്നതല്ലായിരിക്കും. പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഈ രീതിയിൽ തന്നെ നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ നയനയുടെയും ആദർശിൻ്റെയും കഥയാണെങ്കിലും രേവതിയുടെയും സച്ചിയുടെയും കഥയാണെങ്കിലും. പിന്നെ നമ്മുടെ പുതിയൊരു ചാനലല്ല, 2 ചാനലുണ്ട്. ഒരെണ്ണം പുതിയതാണ്, ഒരെണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം, റിയൽ സ്റ്റോറി. പിന്നെ റിയൽ സ്റ്റോറി ന്യൂ എന്നും പറഞ്ഞ് ഇപ്പം വേറൊരു പുതിയ ചാനലല്ല, നമ്മൾ ഗൗതമിൻ്റെയും നന്ദയുടെയും ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ എന്നും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ എന്നും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ചാനലൊക്കെ ഇതുവരെ കണ്ടില്ല എങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. റിയൽ സ്റ്റോറി പറഞ്ഞാൽ റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് അടിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി കമൻറ്റിലൂടെ, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് ലിങ്ക് വേണമെങ്കിൽ ഇടായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ യൂട്യൂബിൻ്റെ പുതിയൊരു ഇതൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയറി വരുന്ന ചാനലിൽ ചിലപ്പോൾ അത് ബാധിക്കും, അതായത് നമ്മുടെ പുതിയ ചാനലിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ലിങ്ക് ഇടാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊരു ചെറിയ ഇതൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ ഒത്തിരി അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്, 2025 പ്രമാണിച്ച് കുറേ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിയാണ്. നമ്മുടെ ചാനൽ നമ്മൾ ഇത്രയും തന്നെ വളർത്തിക്കൊണ്ട് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അങ്ങനെ ലിങ്കൊക്കെ ഇട്ട് ചാനൽ പോകാമെന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലിങ്ക് ഇടാനും പേടിയാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പരസ്യമോ ലിങ്കോ ഒന്നും നമുക്കിപ്പം കൊടുക്കാൻ പാടില്ലാത്തത്. അപ്പോൾ ഏതെങ്കിലും കാത്തിരിക്കും അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇത് ഇനിയിപ്പം ഫേക്ക് ആണോന്നും നമുക്കറിയില്ല കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു, അത്രയോ അറിയത്തുള്ളൂ. പിന്നെ ഫേക്ക് ആണോന്നും നമുക്കറിയില്ല.
പിന്നെ ഇങ്ങനെ ഓരോ അപ്ഡേഷനുകൾ തരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ പറയുന്നതാണ് ഇങ്ങനെ. പിന്നെ ഒത്തിരി അപ്ഡേഷനുകൾ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ട് യൂട്യൂബ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് തന്നെ നമുക്ക് പണി തരും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.